ഒഡീഷയിലെ കട്ടക്കിൽ അഡീഷണൽ തഹസീൽദാറുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ലക്ഷങ്ങളുടെ കറൻസിയും കാറുകളും ആഭരണങ്ങളും. ബരങ് അഡീഷണൽ തഹസീൽദാർ ജിതേന്ദ്രകുമാർ പാണ്ഡെയുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ നോട്ടുകെട്ടുകൾ കണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കണ്ണു തള്ളിപ്പോയി. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് തുടർച്ചയായ നിരീക്ഷണത്തിനൊടുവിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ കട്ടക്കിലെ ബരങ് അഡീഷണൽ തഹസീൽദാർ ജിതേന്ദ്രകുമാർ പാണ്ഡെയുടെ സ്വത്തുവകകൾ കണ്ടെത്താൻ ഒരു മിന്നൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ 3 ബഹുനില കെട്ടിടങ്ങളും ഒരു ഫ്ളാറ്റും പ്രധാനയിടങ്ങളിൽ 3 പ്ലോട്ടുകളും പാണ്ഡെയ്ക്ക് സ്വന്തമായുണ്ടെന്ന് കണ്ടെത്തി. ജിതേന്ദ്രകുമാർ പാണ്ഡെയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ അധികൃതർക്ക് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും അന്വേഷണത്തിനിറങ്ങി പുറപ്പെട്ട വിജിലൻസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിലെത്തിയപ്പോഴാണ്. ഭുവനേശ്വറിലെ ബഡഗഡിയിലെ ബ്രിഡ് കോളനിയിൽ പൂട്ടിയിട്ടിരുന്ന ഒരു കൊച്ചു വീട്. എന്നാൽ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് ഇതാണ്. നോട്ടടിക്കുന്ന പ്രസ്സാണോ എന്ന് തോന്നിപ്പോകുന്ന കാഴ്ച. ഒരു ചെറിയ വീട്ടിൽ ഇത്രയും പണം ഒളിപ്പിച്ച പാണ്ഡെയുടെ ബുദ്ധി കണ്ട് വിവിധ അന്വേഷണ ഏജൻസികൾ പോലും അമ്പരന്നു. ഭുവനേശ്വറിലെ ബഡഗഡിയിലെ ഗോപാലുനി നഗറിൽ 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു 3 നില കെട്ടിടം. ഭുവനേശ്വറിലെ ബ്രിഡ് കോളനിയിൽ 4000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള മറ്റൊരു 3 നില കെട്ടിടം. ഭുവനേശ്വറിലെ ഉത്തരയിൽ 1250 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള ഒരു 2 BHK ഫ്ളാറ്റ്. കുർദയിലെ സനപല്ലയിൽ 4800 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 നില കെട്ടിടം. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലാകെ 6,20,000 രൂപ. വലിയ സ്വർണ്ണാഭരണ ശേഖരം, നിരവധി ഇരുചക്ര വാഹനങ്ങളും കാറുകളും. ഭുവനേശ്വറിലെ SBIയിൽ ഒരു ലോക്കർ ഇനിയും തുറക്കാനുമുണ്ട്. ഇതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന അഡീഷണൽ തഹസീൽദാറുടെ സ്വത്തുവകകളുടെ പ്രാഥമിക വിവരം. Investigation is going on and searches are also continuing, but at present we can't say exact figure. It is approximately 75-80 lakhs. കട്ടക്കിലെ മൃഗസംരക്ഷണ വെറ്ററിനറി സർവീസസ് ഡയറക്ടറുടെ ഓഫീസിൽ പുനരധിവാസ പദ്ധതി പ്രകാരം 2000 രൂപ പ്രാരംഭ ശമ്പളത്തിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ടാണ് പാണ്ഡെ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.